Hello students, chemistry second chapter gas laws and mole concept in the chapter Vadaga Niyamangalum mole Sankalpanam. Namaka each chapter Namakendakiyana Padikuana to learn Namaka. Okay, Namakati Padikuana to learn Chilla Prastavanagla, gas in a petitulla. ചില പ്രസ്താവനകൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഗ്യാസിനെ പറ്റിയിട്ട് മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഹെഡിങ് എന്ന് പറയുന്നത് സം സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഗ്യാസ്, വാതകങ്ങളെ പറ്റിയിട്ടുള്ള ചില പ്രസ്താവനകൾ. ഓക്കെ, അതാണ് നമ്മുടെ ഒന്നാമത്തെ ഹെഡിങ്. രണ്ടാമത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ മർദ്ദം, ടെമ്പറേച്ചർ താപം. അപ്പോൾ ഈ മൂന്ന് ഫാക്ടേഴ്സിനെ പറ്റി അല്ലെങ്കിൽ ഈ മൂന്ന് ടേംസുകളാണ്, ഈ മൂന്ന് ഡെഫിനിഷനുകളാണ്, അതിന്റെ ഇക്വേഷനുകളും കാര്യങ്ങളുമാണ് നമ്മൾ രണ്ടാമതായിട്ട് പഠിക്കുന്നത്. അതിനുശേഷം ഈ ചാപ്റ്ററിന്റെ കോർ ടോപ്പിക്, അതായത് ഈ ചാപ്റ്ററിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അടുത്തത് വരുന്നത് ഗ്യാസ് ലോസ് ആണ്, വാതക നിയമങ്ങൾ. നമുക്ക് പ്രധാനമായിട്ട് മൂന്ന് വാതക നിയമങ്ങളാണ് പഠിക്കുവാനായിട്ടുള്ളത്. ഒന്ന് ബോയിൽസ് ലോ, ബോയിൽ നിയമം, ചാൾസ് ലോ, ചാൾസ് നിയമം, അടുത്തത് അവഗാഡ്രോസ് ലോ, അവഗാഡ്രോ നിയമം. ഓക്കെ, ഇനി അതിനുശേഷം ചാപ്റ്ററിലെ രണ്ടാമത്തെ പകുതി, നമുക്ക് ചാപ്റ്റർ രണ്ടായിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തെ പകുതിയാണ് ഇത്രയും പറഞ്ഞത്. അടുത്ത പകുതിയാണ് മോൾ കൺസെപ്റ്റ് അഥവാ മോൾ സങ്കല്പനം എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നും എന്താണ് നമുക്ക് നോക്കിപ്പോകാം. അപ്പൊ ആദ്യം പറയാനായിട്ട് പോകുന്നത് എന്താണ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഗ്യാസ്. ഓക്കെ, ഗ്യാസുകളെ പറ്റി അല്ലെങ്കിൽ വാതകങ്ങളെ പറ്റിയിട്ടുള്ള പ്രസ്താവനകൾ എന്തൊക്കെയാണ് നമ്മുടെ പുസ്തകത്തിൽ തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിരിക്കുന്നത് ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻസ് എ ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. എല്ലാ വാതകങ്ങളിലും വളരെ സൂക്ഷ്മമായ തന്മാത്രകളാൽ നിർമ്മിതമാണ്. അപ്പോൾ ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻസ് എ ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. എല്ലാ ഗ്യാസുകളിലും എല്ലാ വാതകങ്ങളിലും അനേകം തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് മോളിക്യൂൾസുകൾ, ഒരുപാട് തന്മാത്രകൾ കൂടി ചേർന്നാണ് വാതകങ്ങൾ ഉണ്ടാകുന്നത്, ഗ്യാസുകൾ ഉണ്ടാകുന്നത് എന്നാണ് ആദ്യത്തെ പോയിന്റിൽ പറയുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കൂ. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഗ്യാസ് എടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഗ്യാസ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒരുപാട് തന്മാത്രകളാൽ നിർമ്മിതമാണ്. അനേകം മോളിക്യൂൾസുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അനേകം മോളിക്യൂൾസുകൾ, അനേകം തന്മാത്രകളാൽ നിർമ്മിതമാണ് വാതകം അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, when compared to the total volume of the gas, the real volume of the molecules is very less. അതായത് ഇപ്പോഴ് നമ്മൾ ഈ പാത്രത്തിലിരിക്കുന്ന ഗ്യാസിന് ആകെ ഒരു വോളിയം, ഒരു വ്യാപ്തമുണ്ട്. അപ്പോൾ ഇതിന് മൊത്തമായിട്ട് നമുക്കൊരു വോളിയം അല്ലെങ്കിൽ വ്യാപ്തമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആകെയുള്ള വ്യാപ്തം അല്ലെങ്കിൽ ഇതിന്റെ മൊത്തമുള്ള വോളിയം വളരെ വലുതായിരിക്കും. അതായത് എന്ന് പറഞ്ഞാല് നിങ്ങൾ വിചാരിക്കുക, ഇപ്പോൾ ഒരു സ്കൂളില് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സൽ കോളേജില് നമുക്ക് നിങ്ങൾ വിചാരിക്കൂ 8 മുതൽ +2 വരെയുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അതിൽ ഓരോ ക്ലാസ്സുകളിലും പല ഡിവിഷനുകളുണ്ട്. 8ാം ക്ലാസ്സിൽ പല ഡിവിഷൻ ഉണ്ടായിരിക്കും, 9ൽ ഉണ്ടായിരിക്കും, +2ൽ ഉണ്ടായിരിക്കും. ഓരോ ക്ലാസ്സുകളിലും പല ഡിവിഷൻ ഉണ്ട്, ഇല്ലേ? അപ്പോൾ നമ്മുടെ ഈ കോളേജിന്റെ ടോട്ടൽ സ്ട്രെങ്ത്, ആകെയുള്ള സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ്സുകളിലെയും കുട്ടികളുടെ എണ്ണമാണ്, അല്ലേ? ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം കൂട്ടുമ്പോഴാണ് ഈ കോളേജിൽ എത്ര കുട്ടികൾ പഠിക്കുന്നു എന്ന് നമുക്ക് ഒരു എണ്ണം നമുക്ക് കിട്ടുക, അല്ലേ? അപ്പോൾ ഈ കോളേജിൽ
എത്ര കുട്ടികളുണ്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ എത്ര കുട്ടികളുണ്ട് എന്ന് നമുക്ക് എങ്ങനെയാ കിട്ടുക? ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം നമ്മൾ കൂട്ടുമ്പോൾ 8ലെ കുട്ടികൾ 8ല് 40 കുട്ടികൾ, 9ല് 60 കുട്ടികൾ, 10ാം ക്ലാസ്സിൽ 100 കുട്ടികൾ, +1ല്. അപ്പൊ അങ്ങനെ ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം കൂട്ടുമ്പോഴാണ് ഈ കോളേജിലുള്ള ആകെയുള്ള എണ്ണം കിട്ടുക, അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് വിചാരിച്ച്, അപ്പോൾ നമ്മുടെ ഈ കോളേജിൽ മൊത്തമായിട്ട് വെറുതെ വിചാരിക്കുക, റഫ് ഫിഗർ ചെയ്യാൻ എക്സാമ്പിൾ പറയുവാണ്. നമ്മുടെ കോളേജിൽ മൊത്തമായിട്ട് 1000 കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, മൊത്തം. ഓക്കെ, 7ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ മൊത്തത്തിൽ ഒരു 1000 കുട്ടികൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ വെറും നിങ്ങളുടെ ക്ലാസ് എടുത്ത് നിങ്ങളുടെ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 100 കുട്ടികളോ അല്ലെങ്കിൽ 200 കുട്ടികളോ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കൂ. അപ്പോൾ 1000നെ അപേക്ഷിച്ച് 200 എന്ന് പറയുന്നത് വളരെ ചെറിയ സംഖ്യയാണ്. 1000 എന്ന് പറയുന്നത് മൊത്തമുള്ള കുട്ടികളുടെ എണ്ണമാണ്. അപ്പോൾ 1000നെ അപേക്ഷിച്ച് 200 എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അല്ലെ? നമ്മൾ ഇനി അത് ഇങ്ങോട്ടൊന്ന് ഇട്ട് കൊടുത്തേ. ഇവിടെ തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് നമ്മൾ പറഞ്ഞു, ഓരോ ക്ലാസ്സുകൾ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് നമ്മൾ പറഞ്ഞില്ലേ, അതെല്ലാം ഓരോ മോളിക്യൂൾസുകളായി സങ്കല്പിക്കുക. ഓക്കെ, 8ാം ക്ലാസ് ഒരു മോളിക്യൂൾ ആണ്, 9ാം ക്ലാസ് വേറൊരു മോളിക്യൂൾ ആണ്, 10 എന്ന് പറയുന്നത് വേറൊരു മോളിക്യൂൾ, +1 എന്ന് പറയുന്നത് വേറൊരു. അപ്പോൾ ഓരോ മോളിക്യൂൾസുകളാണ്. ഈ ഓരോ മോളിക്യൂൾസുകൾക്കും വോളിയം ഉണ്ട്, ഓരോ തന്മാത്രകൾക്കും വോളിയം ഉണ്ട്. അപ്പോൾ ഇതിലെ ഒരു മോളിക്യൂളിന്റെ വോളിയം, ഒരു തന്മാത്രയുടെ വോളിയം വളരെ ചെറുതായിരിക്കും. ആരെ അപേക്ഷിച്ച്? ഇതിന്റെ മൊത്തമുള്ള വോളിയത്തിനെ അപേക്ഷിച്ച്, ഇതിന്റെ മൊത്തമുള്ള വ്യാപ്തത്തിനെ അപേക്ഷിച്ച് ഓരോ മോളിക്യൂളിന്റെയും ഓരോ തന്മാത്രയുടെയും വോളിയം വ്യാപ്തം വളരെ ചെറുതാണ്. അപ്പോൾ ഒരു മോളിക്യൂളിന്റെ അല്ലെങ്കിൽ ഒരു തന്മാത്രയുടെ വോളിയം വ്യാപ്തം വളരെ ചെറുതാണ് ആകെയുള്ള വോളിയത്തിന് അല്ലെങ്കിൽ ആകെയുള്ള വ്യാപ്തത്തിനെ അപേക്ഷിച്ച്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, the molecules of a gas are in the rapid motion in all direction. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുണ്ട്, വാതകങ്ങൾ, ഗ്യാസുകൾ നിരന്തരമായി ചലിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. അപ്പോൾ ഗ്യാസുകൾ നിരന്തരമായി എല്ലാ ദിശകളിലേക്കും ചലിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്കൊന്ന് പോകാം. അതായത് ഇവരെപ്പോഴും ചലിച്ചുകൊണ്ടേയാണ് ഇരിക്കുന്നത്, നമ്മൾക്ക് അറിയാമല്ലോ, അല്ലെ? അപ്പോൾ ഇവര് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇവരൊരു പക്ഷെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഒന്നെങ്കിൽ തമ്മിൽ കൂട്ടിമുട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? ഇവരൊന്നെങ്കിൽ തമ്മിൽ കൂട്ടിമുട്ടാം, അല്ലെങ്കിൽ ഇവരിയ്ക്കുന്ന പാത്രത്തിൽ ഇവർ ചെന്ന് കൂട്ടിയിടിക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഇവരിയ്ക്കുന്ന പാത്രത്തിൽ ഇവർ ചെന്ന് ഇടിക്കും, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്ത് ചെയ്യും? കൂട്ടിയിടിക്കും. അപ്പോൾ 2 തരത്തിലുള്ള കൂട്ടിമുട്ടലുകൾ അല്ലെങ്കിൽ കൂട്ടിയിടിക്കലുകൾ നമുക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, മോളിക്യൂൾസുകൾ അല്ലെങ്കിൽ തന്മാത്രകൾ തമ്മിൽ കൂട്ടിയിടിക്കാം, അല്ലെങ്കിൽ അവരിയ്ക്കുന്ന പാത്രത്തിന്റെ ഭിത്തിയിൽ ചെന്ന് അവർക്ക് എന്ത് ചെയ്യാം? കൂട്ടിയിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കൂട്ടിയിടിക്കുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് കൊളീഷൻ അല്ലെങ്കിൽ കൊളൈഡ് ഈച്ച് അതർ. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, they collide each other, അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി 2 രീതിയിലുള്ള കൂട്ടിമുട്ടലുകൾ ഉണ്ട്. അപ്പോൾ ഈ കൂട്ടിമുട്ടലിന്റെ ഫലമായി അതിനുള്ളിൽ പ്രഷർ ഉണ്ടാകുന്നു, മർദ്ദം ഉണ്ടാകുന്നു. ഇപ്പോൾ വാതകങ്ങൾ ഒരു പാത്രത്തിലാണല്ലോ എടുത്തിരിക്കുന്നത്, ഗ്യാസിനെ നമ്മളൊരു പാത്രത്തിലാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ കൂട്ടിമുട്ടു എന്ന് പറഞ്ഞു, നമ്മൾ 2 രീതിയിലുള്ള കൂട്ടിമുട്ടലുകൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കൂട്ടിമുട്ടലിന്റെ ഫലമായി ഈ പാത്രത്തിനുള്ളിൽ പ്രഷർ അഥവാ മർദ്ദം ഉണ്ടാകുന്നു. അടുത്ത പോയിന്റ്, ഇവരുടെ കൂട്ടിമുട്ടല് അവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ ഇലാസ്റ്റിക് കൊളീഷൻ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. അത് ഇലാസ്റ്റിക് സ്വഭാവമുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ കൂട്ടിമുട്ടലുകൾ എന്താണ്? ഇലാസ്റ്റിക് സ്വഭാവമുള്ളതാണ്, ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തതിൽ പറയുന്നുണ്ട്, ഇലാസ്റ്റിക് കൊളീഷൻ അല്ലെങ്കിൽ ഇലാസ്റ്റിക് സ്വഭാവമുള്ള കൂട്ടിമുട്ടലുകളാണ്. അതോടൊപ്പം തന്നെ അവർ പറയുന്നു, there is no loss of energy. ഇവർ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഒരിക്കലും ഇവരുടെ ഊർജം അല്ലെങ്കിൽ ഇവരുടെ എനർജി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഇവരുടെ എനർജി അല്ലെങ്കിൽ ഇവരുടെ ഊർജം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല.
ഓക്കെ, ഇനി അവസാനത്തെ പോയിന്റ് അവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് ഗ്യാസുകൾ തമ്മിലുള്ള ആകർഷണ ബലം, അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആകർഷണം വളരെ കുറവാണ്. രണ്ട് ഗ്യാസുകൾ അല്ലെങ്കിൽ രണ്ട് വാതകങ്ങൾക്കിടയിലുള്ള ആകർഷണം വളരെ കുറവാണ്. അപ്പോൾ അവർ തമ്മിൽ ആകർഷണം ഇല്ല. ഓക്കെ, രണ്ട് വാതകങ്ങൾ തമ്മിൽ, രണ്ട് ഗ്യാസുകൾ തമ്മിലുള്ള ആകർഷണം വളരെ കുറവാണ്. ഇത്രയുമാണ് ഒന്നാമത്തെ പോയിന്റ്. എന്താണ്? പ്രസ്താവനകൾ, വാതകങ്ങളെ പറ്റിയിട്ടുള്ള ചില പ്രസ്താവനകൾ, ഗ്യാസിനെ പറ്റിയിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകളാണ് ഇത്രയും. ഓക്കെ, നമ്മൾ ഇനി അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത് വോളിയം എന്താണെന്നാണ്. വോളിയത്തിനെ അല്ലെങ്കിൽ വ്യാപ്തത്തിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് വി, ക്യാപിറ്റൽ ലെറ്റർ വി. ഓക്കെ, നമ്മുടെ കെമിസ്ട്രിയിൽ വി എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിക്കുന്നത് എന്തിനാണ്? വോളിയത്തിന് അല്ലെങ്കിൽ വ്യാപ്തത്തിനാണ്. ഓക്കെ, യെസ്. നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് the space occupied by a substance. അതായത് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് ആ വസ്തുവിന് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലത്തിന്റെ അളവ്, ഒരു വസ്തുവിന് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള അതിന്റെ സ്ഥലത്തിന്റെ അളവിനെയാണ് വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ, ഞാൻ ഈ പേന എൻ്റെ കയ്യിൽ വെക്കുകയാണെങ്കിൽ ഈ പേനയ്ക്ക് എൻ്റെ കയ്യിൽ ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം, അതിന്റെ അളവ്, അപ്പൊ സ്ഥലത്തിന്റെ അളവിനെയാണ് നമ്മൾ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഗ്യാസിന്റെ വോളിയം എങ്ങനെയായിരിക്കും, വാതകത്തിന്റെ വോളിയം എങ്ങനെയായിരിക്കുമെന്ന. ഒരു ഗ്യാസിന്റെ വോളിയം അല്ലെങ്കിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വ്യാപ്തമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ 5 ലിറ്റർ പാത്രമുണ്ട്. ഈ 5 ലിറ്റർ പാത്രത്തിൽ ഞാൻ കുറച്ച് ഗ്യാസ് എടുത്തു. അപ്പോൾ അതിന്റെ വോളിയം അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 5 ലിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 5 ലിറ്റർ അത് ഏത് പാത്രത്തിലാണോ അത് ഇരിക്കുന്നത്, ആ പാത്രത്തിന്റെ വോളിയം, ആ പാത്രത്തിന്റെ വ്യാപ്തമാണ് അതിനുള്ളത്. അപ്പോൾ 5 ലിറ്റർ പാത്രത്തിലാണ് ഞാൻ ഗ്യാസ് എടുക്കുന്നത് എങ്കിൽ അതിന്റെ വോളിയം അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 5 ലിറ്റർ. ഇപ്പോൾ 10 ലിറ്റർ പാത്രത്തിലാണ് ഞാൻ ഗ്യാസ് എടുക്കുന്നത് എങ്കിൽ, വാതകം എടുക്കുന്നത് എങ്കിൽ അതിന്റെ വോളിയം അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 10 ലിറ്റർ. അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഗ്യാസിനെ എടുക്കുന്നത് ആ പാത്രത്തിന്റെ വോളിയം അല്ലെങ്കിൽ ആ പാത്രത്തിന്റെ വ്യാപ്തം എന്താണോ അതായിരിക്കും അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നു, ഒരു 20 ലിറ്റർ ടാങ്കിന്റെ അകത്ത് കുറച്ച് ഗ്യാസ് നിറച്ചു. 20 ലിറ്റർ ടാങ്കിനകത്ത് കുറച്ച് ഗ്യാസ് നിറച്ചു. നമ്മളോട് ചോദിക്കുകയാണ്, അപ്പോൾ അതിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്താണ്? 20 ലിറ്റർ ടാങ്കിൽ അല്ലേ അത് നിറച്ചത്. അപ്പോൾ ഇരിക്കുന്ന പാത്രത്തിന്റെ വ്യാപ്തമായിരിക്കും അതിനുള്ളത്. ഇപ്പൊ നമ്മൾ ഈ ഗ്യാസ് നിറച്ചിരിക്കുന്നത് 20 ലിറ്ററിന്റെ ടാങ്കിലാണ്. അപ്പോൾ അതിന്റെ വോളിയം അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 ലിറ്റർ ആയിരിക്കും, അല്ലേ? ഓക്കെ, നമ്മൾ ഇനി രണ്ടാമത് പഠിക്കാൻ പോകുന്നത്, അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് പ്രഷർ എന്നാണ്. മർദ്ദം എന്നാൽ എന്ത്? മർദ്ദം എന്നാൽ the force exerted per unit area is called as pressure. ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് നമ്മൾ മർദ്ദം എന്ന് പറയുന്നത്. ഇനി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. പ്രഷറിനെ അല്ലെങ്കിൽ മർദ്ദത്തിനെ നമ്മൾ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് എന്ത്? പി. അപ്പോൾ P is equal to force by area. P is equal to force by area. ഫോഴ്സിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് F, ഏരിയയെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് A. അപ്പോൾ മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? ബലം. ഫോഴ്സിന്റെ മലയാളം ബലം ബൈ പരപ്പളവ്. അപ്പോൾ ബലം ബൈ പരപ്പളവ്. അപ്പോൾ
എന്താണ് മർദ്ദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ബലം ബൈ പരപ്പളവ്, ഫോഴ്സ് ബൈ ഏരിയ. അതായത് ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തിനെ മർദ്ദം എന്ന് പറയും. ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ടെമ്പറേച്ചർ, താപം അല്ലെ. അപ്പോൾ നിങ്ങൾക്കറിയാം ടെമ്പറേച്ചർ നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടുണ്ട്, താപം നിങ്ങൾ വാക്ക് കേട്ടിട്ടുണ്ട്. എന്താണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? ടെമ്പറേച്ചർ ഈസ് ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ ഇൻ എ സബ്സ്റ്റൻസ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിനെയാണ് താപനില എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ, താപം കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ശരാശരി കൈനറ്റിക് എനർജിയും കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി അഥവാ ഗതികോർജവും കൂടും. നിങ്ങൾ ഫിസിക്സിനകത്ത് നിങ്ങൾ പലതരത്തിലുള്ള ഊർജത്തിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം എന്തിനനുസരിച്ച് കൂടും? താപം കൂടിയാൽ, ടെമ്പറേച്ചർ കൂടിയാൽ കൈനറ്റിക് എനർജിയും കൂടും, ഗതികോർജവും കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി അഥവാ ഗതികോർജവും എന്ത് ചെയ്യുന്നു? കൂടുന്നു, ഗതികോർജവും കൂടുന്നു. ഓക്കെ, ഇവിടെ ടെമ്പറേച്ചർ കുറച്ചു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയും കുറയും, ഗതികോർജവും കുറയും. അപ്പോൾ ടെമ്പറേച്ചർ എന്താണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആവറേജ് കൈനറ്റിക് എനർജിയാണ്, ശരാശരി ഗതികോർജമാണ്. തന്മാത്രയുടെ ശരാശരി ഗതികോർജമാണ് താപനില എന്ന് പറയുന്നത്. അപ്പോൾ താപം കൂട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് ഗതികോർജവും അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയും കൂടും. താപം കുറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് അതിന്റെ കൈനറ്റിക് എനർജി, അതിന്റെ ഗതികോർജവും കുറയും. അപ്പോൾ ടെമ്പറേച്ചറിനനുസരിച്ച് കൈനറ്റിക് എനർജിക്ക് അഥവാ ഗതികോർജത്തിന് മാറ്റം സംഭവിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ കൈനറ്റിക് എനർജി കൂടും, ഗതികോർജവും കൂടും. ടെമ്പറേച്ചർ, താപം കുറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി അഥവാ ഗതികോർജവും കുറയും. നമ്മൾ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ കുറച്ച് പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇനിയും ചാപ്റ്റർ വളരെ കോർ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ആണ് ഗ്യാസ് ലോസ് അല്ലെങ്കിൽ വാതക നിയമങ്ങൾ. നമ്മൾ അതിലെ ഓരോന്നുമാണ് നമ്മൾ ഇനിയും പഠിക്കുവാനായിട്ട് പോകുന്നത്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ നിയമമാണ് ബോയിൽസ് ലോ അല്ലെങ്കിൽ ബോയിൽ നിയമം. ബോയിൽസ് ലോ, ബോയിൽ നിയമം. വോളിയം അഥവാ വ്യാപ്തം പ്രഷറിനനുസരിച്ച് മാറ്റം സംഭവിക്കുകയാണ്. ഗ്യാസിന് മാസ് ഉണ്ട്, നമുക്കറിയാം. ഗ്യാസ് ആണ് നമ്മൾ എടുക്കുന്നത്, ഗ്യാസിന് മാസ് ഉണ്ട് അല്ലെ? ഗ്യാസിന് എന്തുണ്ട്? മാസ് ഉണ്ട്. അപ്പോൾ വോളിയം ഉണ്ടല്ലോ, വോളിയം അഥവാ വ്യാപ്തം. ഗ്യാസിന്റെ വോളിയം കൂടുന്നു, വ്യാപ്തം കൂടുന്നു, പ്രഷർ കുറയും, മർദ്ദം കുറയും. ഇനി ഗ്യാസിന്റെ വോളിയം കുറയുന്നു, വ്യാപ്തം കുറയുന്നു, മർദ്ദം കൂടും, കൂടും, പ്രഷർ കൂടും. അപ്പോൾ വോളിയം കൂടിയാൽ, വ്യാപ്തം കൂടിയാൽ മർദ്ദം കുറയുന്നു, വ്യാപ്തം കുറഞ്ഞാൽ മർദ്ദം കൂടുന്നു, പ്രഷർ കൂടുന്നു. അപ്പോൾ ഒന്ന് കൂടുന്നതനുസരിച്ച് മറ്റത് കുറയുന്നു, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഒന്ന് കൂടുന്നതനുസരിച്ച് മറ്റത് കുറയുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ പറയും വിപരീത അനുപാതത്തിലാണ്. ഒന്ന് കൂടിയാൽ മറ്റത് കുറയുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് വിപരീത അനുപാതത്തിലാണ്. ബോയിൽസ് ലോയിൽ, ബോയിൽ നിയമത്തിൽ മർദ്ദം കൂടിയാൽ വ്യാപ്തം കുറയും, പ്രഷർ കൂടിയാൽ വോളിയം കുറയും, വോളിയം കൂടിയാൽ പ്രഷർ കുറയും. ഒന്ന് കൂടിയാൽ അതനുസരിച്ച് മറ്റത് കുറയുകയും ഇത് കുറഞ്ഞാൽ മറ്റത് കൂടുകയും ചെയ്യുന്നു. അതാണ് ബോയിൽസ് ലോ. വോളിയം കൂടിയാൽ പി കുറയും, വി കുറഞ്ഞാൽ പി കൂടും.
ഓക്കെ, ഇനിയും ഇവിടെ ഇദ്ദേഹം ഇങ്ങനെ നടക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവിടുത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. താപം സ്ഥിരമായിരിക്കണം, താപം സ്ഥിരമായിരിക്കണം. ഈ വാതകത്തിന്റെ ടെമ്പറേച്ചറിന് താപത്തിന് മാറ്റം വരുവാൻ പാടുള്ളതല്ല, ടെമ്പറേച്ചറിന് മാറ്റം വരുവാൻ പാടുള്ളതല്ല. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഗ്യാസിന്റെ വാതകത്തിന്റെ താപത്തിന് മാറ്റം വരുവാൻ പാടുള്ളതല്ല. അപ്പോൾ ഗ്യാസിന്റെ ടെമ്പറേച്ചർ എന്തായിരിക്കണം, വാതകത്തിന്റെ താപം എന്തായിരിക്കണം, സ്ഥിരമായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് പറയാം എന്താണ് ബോയിൽസ് ലോ നോക്കുക. ഒരു ഗ്യാസ്, ആ ഗ്യാസിന്റെ ടെമ്പറേച്ചർ താപം സ്ഥിരമാണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഗ്യാസിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, താപം സ്ഥിരമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഗ്യാസിന്റെ വാതകത്തിന്റെ വ്യാപ്തം പ്രഷറിന്, മർദ്ദത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, വിപരീത അനുപാതത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ വോളിയം കൂടിയാൽ പ്രഷർ കുറയും, വോളിയം കുറഞ്ഞാൽ പ്രഷറും കൂടും. ഓക്കെ, അപ്പോൾ ഇതാണ് ബോയിൽസ് ലോ. നമുക്കൊരു ഇക്വേഷൻ വേണ്ടേ അല്ലെ? നമുക്കൊരു ഇക്വേഷൻ വേണം. അപ്പൊ നമ്മൾ പറയുന്ന ഇക്വേഷൻ എന്താണെന്ന് അറിയാമോ? P into V is equal to a constant. P into V ഒരു സ്ഥിരസംഖ്യയാണ്. P into V ഒരു സ്ഥിരസംഖ്യയാണ്. P യെ V കൊണ്ട് ഗുണിച്ചാൽ നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് കിട്ടും, ഒരു സ്ഥിരസംഖ്യ നമ്മൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ബോയിൽസ് ലോ. ഞാൻ ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത് ചാൾസ് നിയമമാണ്, ചാൾസ് ലോയാണ്. വ്യാപ്തം നമ്മൾ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഗ്യാസിന് മാസ് ഉണ്ട്, പ്രത്യേകിച്ച് ഇതിനടുത്ത് പറയുന്നില്ല. ഒരു മാസുള്ള ഒരു ഗ്യാസ്, അതിന്റെ വോളിയം അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തം, അതിന്റെ വോളിയം ടെമ്പറേച്ചറിനനുസരിച്ച്, താപത്തിനനുസരിച്ച് മാറ്റം സംഭവിക്കുന്നു. എന്ന് പറഞ്ഞാൽ വി കൂടിക്കഴിഞ്ഞാൽ ടിയും കൂടും, വി കുറഞ്ഞാൽ ടിയും കുറയും. നോക്കൂ, വി കൂടിയാൽ ടിയും കൂടുന്നു, വി കുറഞ്ഞാൽ ടിയും കുറയുന്നു. വ്യാപ്തം കൂടിയാൽ, വോളിയം കൂടിയാൽ താപം കൂടും, ടെമ്പറേച്ചർ കൂടും. വോളിയം കുറഞ്ഞാൽ, വ്യാപ്തം കുറഞ്ഞാൽ താപവും ടെമ്പറേച്ചറും കുറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഗ്യാസിന്റെ വോളിയം ടെമ്പറേച്ചറിനനുസരിച്ച് മാറുകയാണ്. വ്യാപ്തം കൂടിയാൽ, വോളിയം കൂടിയാൽ ടെമ്പറേച്ചർ, താപവും കൂടും. വി കുറഞ്ഞാൽ ടിയും കുറയും അല്ലെ? രണ്ടും ഒരേപോലെയാണ് കൂടുകയും കുറയുകയും ചെയ്യുക അല്ലെ? നമ്മൾ അതിന് പറയുന്ന പേരാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ. കാരണം രണ്ടും ഒരേപോലെ കൂടുകയും ഒരേപോലെ കുറയുകയും ചെയ്യുന്നതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, നമ്മൾ മലയാളത്തിലുള്ള പറയും നേർ അനുപാതത്തിലാണ്. മലയാളത്തിലുള്ള പറയും നേർ അനുപാതത്തിലാണ്. അപ്പോൾ ഇവിടെ ചാൾസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ, വോളിയം ടെമ്പറേച്ചറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്, വ്യാപ്തം താപത്തിന് നേരനുപാതത്തിലാണ്. ഇവിടെയും ഒരു വ്യവസ്ഥ അദ്ദേഹം പറയുന്നുണ്ട്. വ്യവസ്ഥ എന്താണ്? ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കണം, പി സ്ഥിരമായിരിക്കണം. അതായത് ഗ്യാസിന്റെ പ്രഷറിന്, മർദ്ദത്തിന് മാറ്റം വരുവാൻ പാടുള്ളതല്ല. പ്രഷർ സ്ഥിരമായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, മർദ്ദം അഥവാ പ്രഷർ സ്ഥിരമാണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആകുമ്പോൾ, മർദ്ദം സ്ഥിരമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഗ്യാസിന്റെ വോളിയം, വ്യാപ്തം ടെമ്പറേച്ചറിന്, താപത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്, നേർ അനുപാതത്തിലാണ്. ഓക്കെ, ഇവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ അളക്കുന്നത് കെൽവിൻ സ്കെയിലിലാണ്. ടെമ്പറേച്ചർ അളക്കുന്നത് എന്ത് സ്കെയിലിലാണ്? കെൽവിൻ സ്കെയിലിലാണ്. ഇനിയും കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നു. അതായത് നമ്മൾ ഒരു ബലൂൺ, ഒരു വീർപ്പിച്ച ബലൂൺ, ഓക്കെ, ഈ വീർപ്പിച്ച ബലൂൺ നിങ്ങളത് മനസ്സിലെന്ന് വിചാരിക്കാം. നമ്മൾ വീർപ്പിച്ച ബലൂൺ എടുത്ത് വെയിലത്ത് വെച്ചു. വീർപ്പിച്ച ഒരു ബലൂൺ നമ്മൾ എടുത്ത് വെയിലത്ത് വെച്ചു. അപ്പോൾ നമുക്കറിയാം ബലൂണിനുള്ളിൽ എയർ ഉണ്ട്, വായു ഉണ്ട് അല്ലെ? അന്തരീക്ഷം ചൂടാണ്.
നമുക്കറിയാം ചൂട് കൂടി കഴിയുമ്പോൾ ബലൂൺ അങ്ങ് വീർക്കും, ബലൂൺ അങ്ങ് വീർത്ത് വീർത്ത് വരും. ഓക്കെ, ബലൂൺ വീർത്ത് വീർത്ത് അവസാനം ബലൂൺ അങ്ങ് പൊട്ടും, ബലൂൺ അങ്ങ് പൊട്ടും. അപ്പോൾ ചൂടിനനുസരിച്ച് ബലൂൺ അങ്ങ് വികസിക്കുകയായിരുന്നു. ബലൂണിനുള്ളിൽ വോളിയം വ്യാപ്തം കൂടുന്നു. ബലൂൺ വീർക്കുക അല്ലെങ്കിൽ ബലൂൺ വലുതായി വരിക എന്ന് പറഞ്ഞാൽ ബലൂണിനുള്ളിലുള്ള അതിനുള്ളിലുള്ള എയർ, അതിന്റെ വ്യാപ്തം, അതിന്റെ വോളിയം കൂടുന്നു അല്ലേ? അപ്പോൾ അന്തരീക്ഷം ചൂടാണ്, ബലൂൺ അതനുസരിച്ച് വികസിക്കുന്നു, ബലൂൺ പൊട്ടുന്നു. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഇത് ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ട ആണ്. ഇത് ഈ സിറ്റുവേഷൻ, ഈ സാഹചര്യം എന്താണ്? ചാൾസ് നിയമം അനുസരിച്ചിട്ടുള്ളതാണ്. മറ്റൊരു ചോദ്യം, നമുക്കറിയാം ഈ തണുപ്പ് സമയമാകുമ്പോൾ ബാസ്കറ്റ് ബോൾ നമ്മൾ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുകയാണ്, ഒരു മൂലയ്ക്ക് നമ്മൾ ഇട്ടിരിക്കുകയാണ്. തണുപ്പ് സമയമാകുമ്പോൾ ഈ ബാസ്കറ്റ് ബോളിന്റെ, ഞാനൊരു ക്വസ്റ്റ്യൻ പറയുകയാണ്, ബാസ്കറ്റ് ബോളിന്റെ സൈസ്, അതിന്റെ വലുപ്പം ചുരുങ്ങി ചുരുങ്ങി വരുന്നു, ചെറുതായി ചെറുതായി വരുന്നു. ബാസ്കറ്റ് ബോളിന്റെ വലുപ്പം ചെറുതായി ചെറുതായി വരുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ബാസ്കറ്റ് ബോളിന്റെ വലുപ്പം ചെറുതായി വരുന്നുണ്ട്, തണുപ്പ് കാലമാണ്. അപ്പോൾ തണുപ്പ് കാലം എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ, താപം വളരെ കുറവാണ്. ബലൂണ് ചുരുങ്ങി 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 വരുന്നു, അപ്പോൾ അതിന്റെ വോളിയം, അതിന്റെ വ്യാപ്തം ചെറുതായി ചെറുതായി വരുന്നു. അപ്പോൾ അതും ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്, ചാൾസ് ലോയുമായി റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്തിന് പഠിക്കാനായിട്ടുള്ളത്? ചാൾസ് ലോയില് നമുക്ക് പഠിക്കാനായിട്ട്